അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. അതെ, വാങ്ങുന്നത് ഓക്സിജനിൽ നിന്നാണെങ്കിൽ എല്ലാം ഒറിജിനൽ ആയിരിക്കും. വിശ്വസിക്കാം, എന്നെ പോലെ. ഇന്ന് മെസ്സി നമ്മൾ വീണ്ടും കാണുകയാണ്. എന്തായാലും നമുക്കറിയാം, 39 വയസ്സുള്ള 8 ഗോൾ അടിച്ച ഈ സീസണിലും ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പ്ലെയർ. അതിനകത്ത് ശരിക്കും നമ്മളിങ്ങനെ ആലോചിക്കുമ്പം ഒരു ടോയ്ലറ്റിൽ നിൽക്കുകയാണ്. സന്ധ്യാ നമസ്കാരം അല്ലെങ്കിൽ മഗ്രിബിലാണ് മെസ്സി നിൽക്കുന്നത്. മെസ്സി നമുക്കറിയാം ഒരു കളി എങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതറിയാം. സ്വിറ്റ്സർലാൻഡ് ഒരിക്കലും മോശപ്പെട്ടൊരു ടീമല്ല. പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അർജന്റീനയ്ക്കുണ്ട്. അതിനകത്ത് ഈ സന്ധ്യാ സമയത്ത് മഗ്രിബ് ടൈമിൽ മെസ്സി എന്തായിരിക്കും ചെയ്യുന്നത്? മെസ്സി ഈ കളി അർജന്റീന എളുപ്പത്തിൽ ജയിക്കേണ്ട ഒരു കളിയാണ്. എനിക്ക് ആകെ സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് മൻസാമ്പിയാനി മുട്ടിൻ്റെ പരിക്കുന്ന് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ മാത്രം. പക്ഷെ അത് ഇന്നലെ അവരുടെ കോച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കളി കളിക്കില്ല എന്ന്. അങ്ങനത്തെ ഒരു കളിക്കാരനില്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിന് ശരിക്കും അർജന്റീന പ്രഷർ ചെയ്യാനുള്ള ഒരു കളിക്കാരനില്ല. ഇപ്പം നമ്മൾ കണ്ട 2 നോക്കൗട്ട് ഗെയിമിലും കേപ്പ് വെർഡേയും ഈജിപ്തും രണ്ടുപേരും അവർ ബോളായിട്ട് ഓടുമ്പോഴാണ് അർജന്റീന ഡിഫൻഡേഴ്സ് കുറെ പതറിയിരുന്നത്. അതിലിപ്പോൾ ഈജിപ്ത് കളിയിൽ മറ്റേ ചർച്ച മുഴുവൻ വിവാദത്തിനെ പറ്റിയിട്ടാണ്. പക്ഷെ ലിയാൻഡ്രോ പാരഡസിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റ്, അവസാന നിമിഷങ്ങളിൽ ഈജിപ്റ്റ് ബ്രേക്ക് ചെയ്ത്, അത് ഷുവർ ഗോളാണ്. പാരഡൈസ് ആ ബോൾ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ അതെൻ്റെ മനസ്സിൽ ഉറപ്പാണ് അത് ഗോളാണ്. അപ്പം അങ്ങനത്തെ അതൊരു മിഡ്ഫീൽഡർ അത് ചെയ്യേണ്ടി വന്നു. അത് കാരണം ഡിഫൻസിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ അത് മുതലെടുക്കാനുള്ള ഒരു കളിക്കാരൻ സ്വിറ്റ്സർലൻഡിന് ഇല്ല, മൻസാമ്പി ഇല്ലാത്തത് കാരണം. ഈ ദിലീപ് കളി കാണുന്ന സമയത്തെ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഭയങ്കര ഫ്രജൈലായിട്ടുള്ളൊരു ബ്രില്യൻസ് ഉള്ളൊരു ടീമാണ് അർജന്റീന. അതായത് ഇപ്പം നമ്മൾ ഞാൻ പറയില്ല ഇപ്പം വീണ് പൊട്ടിപ്പോകുമെന്ന് തോന്നും. ഇല്ല, അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ എന്താന്ന് പറഞ്ഞാൽ ഇവരൊരു വളരെ ശക്തമായൊരു ടീമിനെതിരെ കളിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡ് ഞാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതായിട്ട് കൂട്ടുന്നില്ല. പക്ഷെ ഒരു ഫ്രാൻസോ സ്പെയിനോ ഇംഗ്ലണ്ടോ നോർവേ അങ്ങനത്തെ ഒരു ടീമിനെതിരെ ആ ടീമുകൾ ഈ അർജന്റീന ടീമിൽ പല വീക്ക്നെസ് എന്നല്ല 1-2 അവർ പെട്ടെന്ന് മനസ്സിലാക്കും. അതനുസരിച്ചിട്ട് അവരുടെ കളി മാറ്റം ചെയ്യും. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മുതലെടുക്കാനുള്ള മികവ് ഈ സ്വിസ് ടീമിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയത് ഗോൾ. കളിയിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ബ്ലോക്കും മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ. ഗോൾ കീപ്പേഴ്സിൻ്റെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മാർട്ടിനസ് ശരിക്കും ബീറ്റൺ ആയിട്ടുള്ള ഒരു ഗോളിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നു. കഴിഞ്ഞ തവണ ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടാണ് ഫ്രാൻസിനെ തോൽപ്പിക്കുകയും സംസാരത്തിലും എല്ലാം മൂപ്പര് വളരെ ഒരു വോളറ്റൈൽ ആയിട്ടുള്ളൊരു ഗോൾ കീപ്പറായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് ഗോൾ കീപ്പർ ഉള്ളിലേക്ക് കയറാനുള്ള സംഗതികൾ സ്വിറ്റ്സർലൻഡ് പഠിച്ചിട്ടുണ്ടാവുമോ? സ്വിറ്റ്സർലൻഡിൻ്റെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഒരു സോളിഡ് സിസ്റ്റമുള്ളൊരു ടീമാണ്. മിക്ക യൂറോപ്യൻ ടീംസിനെ പോലെ അവരൊരു സ്ട്രക്ചറായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. പക്ഷെ അതിൽ അവർക്ക് ജയിക്കണമെങ്കിൽ അവരുടെ ഫ്ലെയർ പ്ലേയേഴ്സ്, ഇപ്പം ഈ ലോകകപ്പിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ മൻസാമ്പി കളിച്ച കളിയിൽ 3 ഗോളും 2 അസിസ്റ്റും ഉണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ട് പോലും 200 മിനിറ്റൊറ്റേ കളിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൽ 3 ഗോളും 2 അസിസ്റ്റും. മൻസാമ്പി കളിക്കാത്ത കളിയിൽ ആകെ 1 ഗോള് സ്വിറ്റ്സർലൻഡ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരുടെ അറ്റാക്കിംഗ് ഔട്ട്പുട്ട് നേരെ താഴത്തേക്ക് വരും. എന്ന് വെച്ചാൽ അത് ഒരു പ്രെഡിക്റ്റബിൾ ടീമായി മാറും. പിന്നെ അങ്ങനത്തെ ഒരു ടീമിന് അർജന്റീന വേദനിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈജിപ്റ്റ് നോക്കിക്കഴിഞ്ഞാലും കേപ്പ് വെർഡെ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഫാസ്റ്റ് അഗ്രസീവായിട്ടുള്ള കളിക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റേ ഗോൾ അടിച്ച കബ്രാൽ, മറ്റേ ഈജിപ്തിന് വേണ്ടി മുസ്തഫ സീക്കോ ഭയങ്കരമായി കളിച്ചു, സാല ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ കളിക്കാരാണ്. അർജന്റീനയ്ക്ക് പേസ് ഇല്ല ബാക്ക് ലൈനിൽ.
അങ്ങനത്തെ കളിക്കാരില്ലാതെ പക്ഷെ നിങ്ങൾക്ക് അത് മുതലെടുക്കാൻ പറ്റില്ല. ബ്രീൽ എംബോളോ ഉണ്ട്, പക്ഷെ എംബോളോന് സർവീസ് കൊടുക്കേണ്ടത് ശരിക്കും മൻസാംബിയെ പോലത്തെ ഒരു കളിക്കാരനാണ്. ദിലീപ് എപ്പോഴും റെഫറിമാരുടെ, അതായത് റെഫറീസിന്റെ ക്വാളിറ്റി, അവരുടെ മെറിറ്റാണ് എപ്പോഴും ഫിഫ അങ്ങനെ ആയിരിക്കണം എന്ത് സാധനത്തിൽ. ഇപ്പോൾ ഒരു ഡോക്ടർ അങ്ങനെ അസൈൻ ചെയ്യുന്ന പോലെ അത് അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷെ ഇപ്പം വേറൊരു കോൺട്രവേഴ്സി നാളെ വരാൻ പോകുന്നത്, ഒരു കോൺഫെഡറേഷൻ മാറി പോർച്ചുഗൽ റെഫറിയാണ് വരുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് വലിയ പ്രശ്നമാവില്ലേ? എന്തുകൊണ്ട് അല്ല, പ്രശ്നമാവും? എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ അത് ഒന്നുകിൽ അർജന്റീനയ്ക്ക് എതിരാവാം അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിന് എതിരാവാം എന്നുള്ളൊരു ചർച്ച നാളെ വരും. അല്ല, ഇതിപ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അന്തരീക്ഷത്തിൽ എന്ത് നടന്നാലും ആൾക്കാരത് ചർച്ച ചെയ്യാൻ പോകും. പക്ഷെ ഞാൻ ഇത്രയും നോക്കുന്നുണ്ട്, ഇത് നല്ല റെഫറി ആണോ, ഇയാൾ വലിയ കളികൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ, ഇയാളെന്ന് പറയാൻ പാടില്ല, ഇപ്പൊ സ്ത്രീകളും റെഫറി ചെയ്യുന്നത്, ഈ വ്യക്തി മുമ്പ് വലിയ കളികൾ റെഫറി ചെയ്തിട്ടുണ്ടോ, അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. ഈ നമ്മൾ ഒരു വളരെ മോശം ഒരു റെഫറിങ് ഡിസ്പ്ലേ ഞാൻ കണ്ടത് ഫ്രാൻസ് പാരഗ്വേയിലായിരുന്നു. അതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആ റെഫറിക്ക് അനുഭവം ഇല്ല ആ ഒരു ലെവലില് റെഫറി ചെയ്തതിന്റെ. അത് കാരണം കാർഡ് കാണിക്കാനൊക്കെ ഒരു മടിയായിരുന്നു. കാർഡ് കാണിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് കാർഡായിരിക്കും. അതെ, അതാണ്. പക്ഷെ അങ്ങനത്തെ കളികളിൽ വേഗം റെഫറി ചാർജ് എടുക്കണം, തൻ്റെ കളിയാണെന്ന് കളിക്കാർക്ക് വേഗം മനസ്സിലാക്കി കൊടുക്കണം. റെഫറിങ്ങിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ, ഈ വന്ന ഇപ്പോഴുള്ള ഈ ഒരു വലിയ ബ്രസീലിയൻ പിന്നെ റെഫറി അല്ലേ ഇത് കാര്യങ്ങളൊക്കെ? അല്ല, കൊളീന ഇറ്റാലിയൻ. കൊളീന ചെയ്യുന്ന സംഗതികൾ അദ്ദേഹമാണല്ലോ ഇവരൊക്കെ ചെയ്യുന്നത്. ഇത് ഏറ്റവും പെർഫെക്റ്റ് ഇതാണെന്ന് പറയും. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഈ ലോകകപ്പിൽ പറ്റണ അത്രയും കളി ഫ്ലോ ചെയ്യാൻ അവർ വെറുതെ അനാവശ്യമായിട്ട് എല്ലാ ചെറിയ എന്താ ടാക്കിളിനും 50-50 ഫൗളിനും ഒന്നും നിങ്ങൾ വിസിൽ ചെയ്ത് കളി നിർത്തേണ്ട ആവശ്യമില്ല. വേണ്ടി വന്നാൽ അത് പിന്നെ സീരിയസ് ടാക്കിളാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വേറെ നിങ്ങളുടെ ഇയർ പീസിൽ പറയും. ഇപ്പൊ ഇംഗ്ലണ്ട് മെക്സിക്കോയിലൊക്കെ അതാ നടന്നത്. ഇത് തിരിച്ചു പോയി ചെക്ക് ചെയ്യൂ, ഇത് റെഡ് കാർഡ് ആണെന്ന് അവർ പറഞ്ഞു തരും. അല്ലാത്ത ഇതിലൊന്നും കളി നിർത്തേണ്ട ആവശ്യമില്ല, അത് ഫ്ലോ ചെയ്യാൻ വേണം. അത് റെഫറിമാർ മിക്ക കളിയിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെ. അത് എനിക്ക് തോന്നുന്നത് കൊളീന മുൻകൈ എടുത്തിട്ട് നടപ്പിലാക്കിയിട്ടുള്ളൊരു സ്ട്രാറ്റജി തന്നെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഇന്നലെ ബെൽജിയം ജയിക്കുകയാണെങ്കിൽ ലോകകപ്പിൽ ഏറ്റവും വലിയൊരു അട്ടിമറിയായിരിക്കും. ഇന്ന് സ്വിറ്റ്സർലൻഡ് ജയിക്കുകയാണെങ്കിൽ, ഇപ്പം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരാളെയും ഭാഗത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. സ്വിറ്റ്സർലൻഡ് ഇതുവരെ പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഒരു സൗത്ത് അമേരിക്കൻ ടീമിനെ തോൽപ്പിച്ചില്ല ലോകകപ്പിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു അട്ടിമറി. ഇതിലും ഇത്രയും വലിയൊരു അട്ടിമറി പിന്നെ കാമറൂൺ അർജന്റീനയെ തോൽപ്പിച്ചത് 90-ൽ. അതിനുശേഷം അങ്ങനെ എൻ്റെ ഓർമ്മയിൽ ലോകകപ്പിലൊരു ഇത് സ്വിറ്റ്സർലൻഡ് സ്പെയിനിനെ തോൽപ്പിച്ചു 2010 ആദ്യത്തെ കളിയിൽ. പക്ഷെ അത് ആദ്യത്തെ കളി, നോക്കൗട്ട് അല്ല. നോക്കൗട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രഷറുണ്ട്. അത് സ്വിറ്റ്സർലൻഡിൻ്റെ ആദ്യത്തെ സെമി ഫൈനലാണ് 74 കൊല്ലത്തിനു ശേഷം, 72 കൊല്ലത്തിന് ശേഷം. അർജന്റീന ആണെങ്കിൽ സ്ഥിരം ഈ സ്റ്റേജൊക്കെ എത്തണ ഒരു ടീമുമാണ്. മറ്റേ യൂറോപ്യൻ ടീംസിനെതിരെ പക്ഷെ ഒരു പ്രശ്നമുള്ള ടീമാണ് പലപ്പോഴും. ഇപ്പം അടുത്ത കാലത്ത് ലോകകപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 18-ല് യൂറോപ്യൻ ടീമായ ഫ്രാൻസിനോട് പുറത്താവുന്നു. അതിന് മുമ്പ് ക്രൊയേഷ്യയോട് 3-0 തോൽക്കുന്നു. 2014 ഫൈനലിൽ ജർമ്മനിയോട് തോറ്റത്. അതിന് മുമ്പുള്ള 2 ലോകകപ്പും ജർമ്മനിയാണ് അവരെ പുറത്താക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ യൂറോപ്യൻ ടീംസിനെതിരെയാണ് എപ്പോഴും അർജന്റീന സ്ട്രഗിൾ ചെയ്യാറില്ല. ഈ സ്വിറ്റ്സർലൻഡ് തന്നെ 14-ല് അർജന്റീന എക്സ്ട്രാ ടൈം വരെ കൊണ്ടുപോയത് 16-ന്റെ റൗണ്ടിൽ, ക്വാർട്ടറിലല്ല. എന്നിട്ട് ഡീമറിയ 118-ാമത്തെ മിനിറ്റിലൊറ്റയാണ് ഗോൾ അടിച്ച് അവർ രക്ഷപ്പെട്ടതെന്ന് പറയില്ല, അവർ ഡോമിനേറ്റ് ചെയ്ത കളിയാണ്. പക്ഷെ സ്വിറ്റ്സർലൻഡിന് അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ടീമാണ്. അല്ല, ഈ സ്വിറ്റ്സർലൻഡിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടക്കം മുതൽ ദിലീപിൻ്റെ ഒരു കോൺഫിഡൻസ് ഉള്ള ടീമാണ്. ഇത്രയെത്തിയല്ലോ, അത് ദിലീപ് കൃത്യമായിട്ട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു ബിൽഡ് ചെയ്ത ടീം എന്നുള്ള രീതിയിൽ വലിയ ചലഞ്ച് ആയിരിക്കില്ലേ അർജന്റീനയ്ക്ക് കൊടുക്കാൻ പോകുന്നത്? അതെ, അവർക്ക് ഈ ടീമുകൾക്കൊക്കെ ഇപ്പൊ ബെൽജിയം ആയാലും, ബെൽജിയത്തിനെ പറ്റി ആർക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഈജിപ്റ്റ്, ബെൽജിയം ഇങ്ങനത്തെ ടീംസിനൊക്കെ ഇങ്ങനത്തെ കളികൾ ശരിക്കും നമ്മൾ ക്രിക്കറ്റ് പറയണ പോലെ ഒരു ഫ്രീ ഹിറ്റാണ്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, പോയി കളിക്കുക, അത്രേ ഉള്ളൂ.
അപ്പം തീർച്ചയായിട്ടും അവർ ആ മനസ്ഥിതിയോടുകൂടി വന്നത് ടഫായിട്ടുള്ളൊരു കളിയായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഒരു എക്സ്ഫാക്റ്റഡ് പ്ലെയർ ഉണ്ടായിരുന്നു. ശരിക്കും ആ കളിക്കാരനുണ്ടെങ്കിൽ അർജന്റീന ശരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ കളിക്കാരൻ ഇപ്പം ഇല്ല, പരിക്ക് കാരണം. അത് കാരണം എനിക്ക് എൻ്റെ പ്രതീക്ഷ അർജന്റീന അങ്ങനെ ഒരു ജയിക്കും. പ്രവചനത്തിലേക്ക് വരികയാണെങ്കിൽ വലിയ വലിയ ഗോൾ ഡിഫറൻസിന് അർജന്റീന ജയിക്കുന്നതാണോ? വലിയ ഗോൾ ഡിഫറൻസിനല്ല, ഒരു 2-0 ഒക്കെ അർജന്റീന ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ മെസ്സിയുടെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. 8 ഗോള് 39 വയസ്സിൽ ഒരു ഒറ്റ സൗത്ത് അമേരിക്കൻ കളിക്കാരനെ 9 കടന്നിട്ടില്ല. ആഡമീർ ബ്രസീലിന് 1950 അത് എത്രയോ കാലം നമ്മളൊന്നും ആരും കണ്ടിട്ടില്ല. ഒരു സൗത്ത് അമേരിക്കൻ കളിക്കാരൻ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ 10 ഗോൾ എത്തുക. അതിനെല്ലാ സാധ്യതയും ഈ കളി തന്നെ ഞാൻ കാണുന്നുണ്ട്.